അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പിന്നെ നമ്മളിപ്പോൾ മുണ്ടക്കൈയിലാണുള്ളത്. ചൂരൽമല കഴിഞ്ഞ് മുണ്ടക്കൈയിലെത്തി. മുണ്ടക്കൈയുടെ ഏറ്റവും മുകൾ ഭാഗത്താണ് ഉള്ളത്. ഏകദേശം ഇവിടുന്ന് കുറച്ച് മുകളിലാണ് ഉരുൾപൊട്ടൽ നടന്നത്. ഇവിടെ ഓരോ വീടുകൾ കാണാൻ കഴിയും. ഉരുൾപൊട്ടൽ കാര്യമായി കേട് സംഭവിച്ചിട്ടില്ല, പക്ഷേ വീട്ടിലാരും താമസമില്ല. ഇവിടെയൊക്കെ ദുരിതാശ്വാസ ക്യാമ്പുകളിലും മറ്റൊക്കെയാണ് ഉള്ളത്. നമ്മളിങ്ങനെ പോയാൽ കാണാം ഒരു വീട്. ഇത് സാജിദ മൻസിൽ. ശരിക്കും ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. ഇവിടൊന്നും ഇപ്പോൾ ആരുമില്ല. അതേപോലെ ഇത് മുനവ്വിറുൽ ഇസ്ലാം സെക്കൻഡറി മദ്രസ മുണ്ടക്കൈ. ഒരുപാട് കുട്ടികൾ പഠിച്ചിരുന്ന മദ്രസയാണ്. പക്ഷേ ഇന്ന് ആ മദ്രസയിലൊന്നും കുട്ടികൾ പഠിക്കാനില്ല. മദ്രസ പൂട്ടിക്കിടക്കുകയാണ്. പഠിച്ച കുറേ കുട്ടികൾ മദ്രസയിൽ നിന്ന് ഹാജർ പട്ടികയിലൊക്കെ പേരുള്ള കുറേ കുട്ടികൾ ഇന്നവിടെ ഇല്ല. അവർ മരണപ്പെട്ടു പോയി. ബാക്കിയുള്ള ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പിലും മറ്റു ബന്ധുക്കളെ വീട്ടിലൊക്കെ ആയിട്ട് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, വളരെ പ്രയാസപ്പെട്ടു. ഇവിടെ നിന്ന് തുടങ്ങിയാൽ ഏകദേശം ഇവിടെയൊക്കെ ശക്തമായ രൂപത്തിൽ ഉരുൾപൊട്ടി വന്നിട്ടുണ്ട്. ഇവിടെ വീടുകൾ, ഇവിടെയൊക്കെയുള്ള ബിൽഡിങ്ങുകളൊന്നും കാണുന്നില്ല. വലിയ മരങ്ങൾ ആണ് ഉള്ളത്. കുറച്ച് അങ്ങോട്ട് പോയാൽ കാണാൻ പറ്റും. ഇവിടെയൊക്കെ തറകൾ കുറേ കാണുന്നുണ്ട്. പിന്നെ മൺകൂനകളാണ്. അതൊക്കെ വീട് പൊളിഞ്ഞെന്ന് മാത്രമല്ല, അവിടെയുള്ള കല്ലും അതിൻ്റെ സിമൻറ്റ് കട്ടിലും അതേപോലെ വാതിൽ കട്ടിലും ജനൽ കട്ടിലടക്കം എല്ലാം അങ്ങോട്ട് പൊടിഞ്ഞു പോയിട്ടുണ്ട്, നുരുമ്പി പോയിട്ടുണ്ട്. കല്ലായിട്ട് നമുക്കിവിടൊന്നും കാണാൻ കഴിയണില്ല. ഒക്കെ പൊടിയായ രൂപത്തിൽ കാണുന്നു. അതേപോലെ തന്നെ മരങ്ങളൊക്കെ നല്ല കട്ടിയും കനമുള്ള മരങ്ങളും അതൊക്കെ ഈ ചകിരി ചോറ് പോലെ ആയിട്ടുണ്ട്. ഇതൊക്കെ ഒരുപാട് വിഷയങ്ങൾ. അതേപോലെ ഇതൊക്കെ ബിൽഡിങ്ങുകളാണ്, കടകളാണ്. ഇവിടെയൊക്കെ വന്നിട്ട് ഏകദേശം ഈ ബിൽഡിങ് നിലം പൊത്താനായിരിക്കണം. ഇവിടെയാണ് ഉള്ളത്. അതേപോലെ തന്നെ ഈ ബിൽഡിങ്, ഇത് ബിൽഡിംഗ് അല്ല, ഒരു വീടാണ് തോന്നുന്നുണ്ട്. ആ വീട്ടിലൊക്കെ വെള്ളം കയറി ഏകദേശം അതിൻ്റെ ഒന്നാം നില നിറയുന്നതനുസരിച്ച് വെള്ളം ആയിട്ടുണ്ട്. ഇവിടെ നമ്മൾ നോക്കിയാൽ കാണാൻ കഴിയും. ഇതിപ്പോൾ മുണ്ടക്കൈ ഭാഗമാണ്. ദുരന്തം ഏറ്റവും കൂടുതൽ നാശം വിതച്ച ഒരു സ്ഥലമാണ് ഈ മുണ്ടക്കൈ എന്നുള്ളത്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ അങ്ങോട്ട് വരുന്നുണ്ട്. ആദ്യം നമ്മൾ ഈ പള്ളിയിലേക്ക് പോകാം. ഇതാണ് മുണ്ടക്കൈയിലെ പള്ളി. ഈ പള്ളിയിൽ കാണാത്തൊരാരും ഉണ്ടാവില്ല. ചാനലുകളിലും പത്രമാധ്യമങ്ങളിലൊക്കെ ഇതിൻ്റെ മുറ്റം ആകെ ചളി പുരണ്ടിരിക്കുകയാണ്. ഇവിടെ മനോഹരമായ ഇൻ്റർലോക്ക് പതിച്ചിരുന്നു. വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാൻ സൗകര്യമുണ്ടായിരുന്നു. അതുപോലെ നല്ലൊരു ഗേറ്റ് ഉണ്ടായിരുന്നു, ചുറ്റുമതിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സ്ഥലമാണിവിടെ. രൂക്ഷമായ ഗന്ധം അനുഭവപ്പെടുന്നുണ്ട്. ചളിയുടെ വാസനയാണ്, സ്മെല്ലാണ്. ഇവിടെയും മതിലൊക്കെ പൊളിഞ്ഞ് അതേപോലെ വലിയ പാറക്കല്ലുകളും മറ്റൊക്കെ ഇവിടെ അടിഞ്ഞുകൂടിയിരിക്കുകയാണ്. ഇവിടെ ഇന്നും സന്നദ്ധ സംഘടനയുടെ പ്രവർത്തകന്മാർ ഈ പള്ളി ഇമാറത്ത് ചെയ്യുന്നതിന് വേണ്ടി എത്തിയിട്ടുണ്ട്. പള്ളി ഇനി ഉപയോഗിക്കാൻ പറ്റുകയില്ല, സർക്കാർ അംഗീകാരം കൊടുത്തിട്ടില്ല. ഇനി പള്ളി പുതുക്കിപ്പണിയേ അല്ലെങ്കിൽ മാറ്റിപ്പണിയൊക്കെ ചെയ്യേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഏതായിരുന്നാലും അതിൻ്റെ ഉൾഭാഗം, അതിൻ്റെ പ്രവർത്തകരായ ആളുകൾ ഇങ്ങനെ ഭംഗിയായി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ പള്ളി ഇവിടെ മത സാമൂഹിക മേഖലകളിൽ വലിയ സ്ഥാനമുള്ള പള്ളിയായിരുന്നു. ഇത് മതസൗഹാർദ്ദം നിലനിർത്തുന്നതിലും മറ്റുമൊക്കെ വളരെയധികം പ്രാധാന്യം ഈ പള്ളിക്കുണ്ട്. ഈ പള്ളിയുടെ ഈ റൂമിലാണ്
ബഹുമാനപ്പെട്ട ഷിഹാബ് ഫൈസി അദ്ദേഹം മരണപ്പെട്ട് കിടക്കുന്നതായിട്ട് കണ്ടത്. അദ്ദേഹത്തിൻ്റെ കൂടെ വേറെ അസിസ്റ്റൻ്റ് കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹം അന്ന് ലീവിന് നാട്ടിൽ പോയതുകൊണ്ട് അദ്ദേഹം രക്ഷപ്പെട്ടു. അതേസമയം അദ്ദേഹം അള്ളാഹുവിൻ്റെ അലംഘനീയമായ വിധിക്ക് പാത്രീഭൂതനായി അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകി അദ്ദേഹം പോവുകയുണ്ടായി. അള്ളാഹു അദ്ദേഹത്തിനും മരിച്ച എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തൊക്കെ അള്ളാഹു നൽകട്ടെ. ആമീൻ. ഈ റൂമിൽ അദ്ദേഹം പാതിരാത്രിയോളം ഉറങ്ങിയിട്ടില്ല. തന്നെ വീട്ടിലേക്കും കുടുംബത്തിലേക്കൊക്കെ മെസ്സേജ് അയച്ച് അവിടെ ശക്തമായ മഴ പെയ്യുന്നുണ്ട് എന്ന മുന്നറിയിപ്പൊക്കെ അങ്ങനെ നൽകി ഒന്നും സംഭവിക്കില്ല എന്നൊരു മനക്കരുത്തും ഒക്കെ എൻ്റെ കൂട്ടുകാരോടൊക്കെ പങ്കുവെച്ചിട്ടാണ് അദ്ദേഹം കിടന്നുറങ്ങിയത്. ഉറങ്ങി ഏതാനും മിനിറ്റുകളായപ്പോഴേക്ക് ഉഗ്രശബ്ദത്തിൽ ഇവിടെ ഉരുൾപൊട്ടി വരുന്നു. ഇവിടെയൊക്കെ താഴെ റോഡാണ്. ഈ റോഡ് അടക്കം ഉയരത്തിൽ കല്ലുകളും വന്ന് നേരെ കാണുന്ന വലിയ പാറക്കല്ലാണ്. ഇത് ഇവിടെ ഈ രൂപത്തിൽ എത്തണമെങ്കിലും ആ ഉരുൾപൊട്ടലിൻ്റെ ഭീകരത എത്രമാത്രം ഉണ്ടാകും എന്നുള്ളത് ഈ കല്ലുകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഈ വലിയ പള്ളികൾ അതൊക്കെ തകർന്ന് അതിൻ്റെ സ്ലാബുകളും മറ്റുമൊക്കെ തകർന്ന് വീണിരിക്കുകയാണ്. താഴ്ഭാഗത്തൊക്കെ നോക്കിയാൽ കാണാം. അതേപോലെ റൂം പോയി. ഈ റൂമിൽ വെള്ളം മുകളിൽ വരെ ചളി കെട്ടിക്കിടന്ന് ശ്വാസം മുട്ടിയിട്ടാണ് ഷിഹാബ് ഫൈസി മരിച്ചിട്ടുള്ളതും. അതിനൊരുപാട് നമ്മളിങ്ങനെ താഴെ പോവുകയാണെങ്കിൽ നമുക്ക് കണ്ടെത്താൻ കഴിയും. ഇവിടെ പിന്നെ ചൂരൽമലയുടെ ഈ സ്ഥലം നോക്കൂ നിങ്ങൾ. അങ്ങോട്ട് നോക്കിയാൽ കാണാം അതിൻ്റെ ഏറ്റവും മുകളിൽ നിന്നാണ് ഉരുൾ പൊട്ടിയിട്ടുള്ളത്. ശക്തമായ ഉരുൾ പൊട്ടി അങ്ങനെ അവിടെ നിന്ന് വലിയ പാറക്കല്ലുകളും മണ്ണുകളും വെള്ളങ്ങളും ഇങ്ങനെ കുത്തിയൊലിച്ച് വന്ന് ഭീകരമായ ഒരു ഉരുൾപൊട്ടലുണ്ടായി. നമുക്ക് മനസ്സിലാണെന്ന് ചോദിച്ചാൽ അവിടെ നിന്ന് ഉരുൾപൊട്ടി സാധനം വന്നത് മാത്രമല്ല, അവിടെ ഉരുൾപൊട്ടലോട് കൂടെ തന്നെ ഇവിടെ മുഴുവനും ഉരുൾപൊട്ടിയിട്ടുണ്ട്. ഇവിടെ നിന്ന് മുതൽ താഴ്ഭാഗം വരെ ഉരുൾപൊട്ടിയിട്ടുണ്ട്. മണ്ണ് ഇളകിയിട്ടുണ്ട്, പാറ പൊട്ടിയിട്ടുണ്ട്. അല്ലാതെ അവിടെ മാത്രം ഉരുൾപൊട്ടിണ്ടായിട്ട് മണ്ണും ചളിയും കല്ലുകളും ഇങ്ങോട്ട് ഒലിച്ചു വന്നതല്ല. അതേസമയം തന്നെ എല്ലാ സ്ഥലത്തും ഉരുൾപൊട്ടൊക്കെ കാണാൻ കഴിയും. ഇതിലൊക്കെ ഉരുൾപൊട്ടി ഇവിടെ തന്നെ കല്ലുകളൊക്കെ പൊട്ടിയിട്ട് എന്തോ ഒരു ഭൂചലനം അല്ലെങ്കിൽ ഭൂകമ്പം ഒക്കെ വേണമെങ്കിൽ ശരിക്കൊരു ശാസ്ത്രീയമായ പഠനം ഈ ദുരന്തത്തിനെ കുറിച്ച് പഠിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ അതിന് കമ്മീഷനെ നിയമിക്കേണ്ടതുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ആ വിഷയത്തിൽ അടിയന്തരമായ ഒരു പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഭാവിയിൽ ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ പ്രത്യേകമായ മുൻകരുതലുകളും തയ്യാറെടുപ്പുകളും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവണം. ഈ ചൂരൽമലയിലും മുണ്ടക്കയിലൊക്കെ ജീവിച്ചിരുന്ന ആളുകളോട് ഞങ്ങൾക്ക് വിനീതമായി പറയാനുള്ളത്, നിങ്ങളിനി താമസിക്കാൻ ഇങ്ങോട്ട് വരരുത്. ഈ പ്രകൃതി വല്ലാതെ കലിതുള്ളി നിങ്ങൾ എന്തോ ഒരു ദേശത്തിൽ എന്തോ ഒരു പ്രതികാര ബുദ്ധിയോടെ ഈ പ്രദേശം ഇങ്ങോട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ ഈ പ്രദേശത്തോട് ഇനി ഒരു മമതയും ഒരു സ്നേഹവും ഉണ്ടാവേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് സുരക്ഷിതമായ മറ്റു സ്ഥലങ്ങളിലേക്ക് താമസം മാറുക. ഒരുപക്ഷെ പ്രയാസങ്ങളുണ്ടാകും, ബുദ്ധിമുട്ടുണ്ടാകും. കൂടെ താമസിച്ച കൂടെ പഠിച്ച ആളുകൾ അതിനേക്കാളല്ലല്ലോ. കാരണം കൂടെ പഠിച്ചവരും കൂടെ താമസിച്ചവരും ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയി. പലരുടെയും മയ്യത്ത് കിട്ടിയിട്ടില്ല. ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ഇങ്ങനെയൊക്കെയുള്ള ഒരവസ്ഥയിൽ എന്തായാലും അവരില്ലാത്ത ഭൂമിയിലേക്ക് ഞങ്ങളില്ല എന്ന് മനസ്സ് കൊടുത്തിട്ടും ഇവിടുന്ന് താമസം മാറി സുരക്ഷിതമായ മറ്റു സ്ഥലങ്ങളിലേക്ക് പോവലാണ് നിങ്ങൾക്ക് നല്ലത് എന്നുകൂടെ ഞങ്ങൾ നിങ്ങളോട് ഈ വയനാട് ചൂരൽമല, ഈ പുത്തു പിഞ്ചുരിമട്ടം, അതേപോലെ മുണ്ടക്കൈ ഭാഗത്തുള്ള ആളുകളോട് ഞങ്ങൾ പറയുകയാണ്. അങ്ങനെ തന്നെയാവണം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ശ്രദ്ധയും നടപടികളും. അവരെ ഇവിടെ ഒരിക്കലും നിർബന്ധിപ്പിച്ച് താമസിപ്പിക്കരുതും. ഈ പ്രദേശം ആ രൂപത്തിൽ എങ്ങനെയെങ്കിലും മാറിക്കൊള്ളും. പക്ഷേ ഇവിടെ ജീവിക്കാൻ ഒരിക്കലും ഒരു സാഹചര്യം ഒരിക്കലും അനുകൂലമല്ല. ഈ ഇപ്പോൾ സ്ഥലമൊക്കെ കാണുമ്പോൾ നമുക്ക് വല്ലാത്ത ഒരു വിഷമവും പ്രയാസമൊക്കെ തോന്നുകയാണ്. പിന്നെ നമ്മൾ ഇനിയിങ്ങനെ വരുമ്പോൾ അവിടെ ഒരു ജീപ്പ് എന്തോ ഒരു വണ്ടി കാണുന്നുണ്ട്. അത് വാഹനത്തിൻ്റെ അവശിഷ്ടങ്ങൾ അതാണ് ഇവിടെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതോ ഈ പള്ളിയിൽ നിന്ന് പരിസരത്തൊന്നും ആയിക്കോളന്നില്ല. അതേസമയം പിന്നെ എന്താണ് എവിടുന്നെങ്കിലും ഒലിച്ചു വന്നതായിരിക്കും. ഇതൊന്നും ഇപ്പോൾ കാണാൻ
കാണാൻ പറ്റിയൊരവസ്ഥയിലല്ല ഇതെല്ലാം ഉള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ കുറച്ച് ഭാഗം കൂടെ എങ്ങനെ കണ്ട് ആ ഭാഗമൊക്കെ നോക്കുകയാണെങ്കിൽ ശരിക്കും ഇന്ന് മഴ ഇല്ലാത്തത് കൊണ്ട്, ഇന്നലെ മിഞ്ഞാന്നൊക്കെ അവിടെ മഴയായിരുന്നു, അതുകൊണ്ട് നടക്കാൻ പ്രയാസമുണ്ട്, ബുദ്ധിമുട്ടാണെന്നൊക്കെ ആളുകൾ പറഞ്ഞിരുന്നു. ഇന്ന് നമുക്കതൊന്നും പ്രയാസപ്പെട്ടിട്ടില്ല. ഇന്ന് ഉള്ളതെന്ന് വെച്ചാൽ പിന്നെ നല്ല വെയിലാണ്. നോക്കൂ നിങ്ങൾ, അവിടെ നിന്നാണ് ഉരുൾപൊട്ടി വന്നത്. ഉരുൾപൊട്ടി വന്ന് അവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഈ ഭാഗം കണ്ടില്ല, ഈ അടിഭാഗം ഇവിടെ നിന്നൊക്കെ നല്ല പൊട്ടൽ നടന്നിട്ടുണ്ട്. മണ്ണ് അവിടെ നിന്ന് മാത്രമല്ല, ഇവിടെ നിന്ന് മുഴുവൻ, ഇവിടെയുള്ള മുഴുവൻ പാറക്കല്ലുകളും മണ്ണുകളും ഇവിടെ ഉണ്ടായിരുന്ന മരങ്ങളും എല്ലാം കൂടി അങ്ങോട്ട് താഴോട്ട് പതിച്ചിരിക്കുകയാണ്. അതിശക്തമായ വെള്ളത്തിൻ്റെ മർദ്ദം കൊണ്ട് താഴെ വന്ന് മുഴുവൻ കണ്ണിൽ കണ്ടതൊക്കെ ഭസ്മമാക്കുക എന്നൊക്കെ പറഞ്ഞ പോലെ ആ രൂപത്തിൽ എല്ലാം അങ്ങോട്ട് നശിപ്പിച്ചുകൊണ്ട് വലിയ വലിയ കിടങ്ങുകൾ രൂപപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ ഒന്നും ഇങ്ങനെ ഇല്ലായിരുന്നല്ലോ. ഇവിടെയൊക്കെ ഒരുപാട് വീടുകളുണ്ടായിരുന്നു, സ്ഥാപനങ്ങളുണ്ടായിരുന്നു, അപ്പുറത്തുണ്ടായിരുന്നു. ഇവിടെയൊക്കെ ഒരുപാട് മനുഷ്യർ ജീവിച്ച മണ്ണാണ്. പക്ഷേ അതെല്ലാം അങ്ങോട്ട് പോയി. കുറേ അപ്പുറം നോക്കിയാൽ കാണാം ഒരു വാഹനം അവിടെ ഇങ്ങനെ മണ്ണിൽ പുതഞ്ഞ് കിടക്കുന്നുണ്ട്. അങ്ങനെ എത്രയോ വാഹനങ്ങൾ, പിന്നെ ഉപകരണങ്ങൾ, എത്രയോ ആളുകളുടെ മൊബൈൽ ഫോണുകൾ, വിലപിടിപ്പുള്ള സ്വർണ്ണങ്ങൾ, വാച്ചുകൾ, അങ്ങനെ ധാരാളം പിന്നെ നഷ്ടപ്പെട്ട ഒരവസ്ഥയാണ് ഇവിടെ എല്ലാവർക്കും ഉള്ളത്. ഒരുപാട് ആളുകൾ വിഷമത്തോടെ കണ്ണീരോടെ വിട്ടൊഴിഞ്ഞ ഒരു സ്ഥലമാണ് മുണ്ടക്കൈ. മുണ്ടക്കൈ ദുരന്തത്തിൻ്റെ അവശേഷിപ്പായി, ഓർമ്മപ്പെടുത്തലായി, അതിൻ്റെ ഭീകരത വിളിച്ചോതുന്ന സ്മാരകമായി ഈ മുണ്ടക്കൈയുടെ പള്ളി ഇവിടെ നിലകൊള്ളുന്നു. വേറൊന്നും ഇവിടെ ഇല്ല. പള്ളിയുടെ ഒരു ഭാഗം മാത്രം പോയി, ബാക്കിയുള്ളതൊക്കെ നാമാവശേഷമായ ഒരു സ്ഥിതിവിശേഷമാണ് ഇവിടെയുള്ളത്. ഞാൻ നിൽക്കുന്ന ഈ സ്ഥലം ഇതൊക്കെ മണ്ണ് നിറഞ്ഞതായിരുന്നു. ഇവിടെയൊക്കെ വീടുകളുണ്ടായിരുന്നു, താഴെയും ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം നഷ്ടപ്പെട്ട് വലിയ എന്തോ ഒരു ഗർത്തം ഇവിടെ രൂപപ്പെട്ടിരിക്കുകയാണ്. ഇത് ശരിക്ക് വന്നെങ്കിൽ മാത്രമേ ഇതൊക്കെ നമുക്ക് നേരിട്ട് അനുഭവിച്ച് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ ഇനിയും ഒരുപാട് പിന്നെ കുന്നുണ്ട് ഇവിടെ. ഇതൊന്നും സുരക്ഷിതമല്ല. ഏത് സമയത്തും അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കൊക്കെ മറിഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിനാൽ അടിയന്തരമായി ഈ വിഷയത്തിൽ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന്, കേരള സർക്കാരുകളുടെ ഭാഗത്ത് നിന്ന് നല്ല ഒരു പഠനം, മാധവ് ഗാഡ്ഗിലടക്കമുള്ള കമ്മീഷനുകൾ റിപ്പോർട്ട്, സർക്കാർ കോടിക്കണക്കിന് ഉറുപ്പ്യ ചെലവഴിച്ചുകൊണ്ട്, ഖജനാവിൽ നിന്ന് ചെലവഴിച്ചുകൊണ്ട് ഈ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട പഠനത്തിന് സർക്കാർ നിയമിക്കും. അവർ വളരെ എഫേർട്സ് എടുത്തുകൊണ്ട്, വളരെ പ്രയാസങ്ങളൊക്കെ സഹിച്ചുകൊണ്ട് അവരെന്ത് ചെയ്യും, അവർ സഹിച്ചുകൊണ്ട് പിന്നെ ഈ കുറേ പഠനങ്ങൾ നടത്തും. ആ പഠനങ്ങൾ നടത്തിയിട്ട് ആ റിപ്പോർട്ടിൽ കുറേ ശുപാർശകളും നിർദ്ദേശങ്ങളുമൊക്കെ സർക്കാരിനോട് പറയും. ഇതെന്തിനാണ്, ഫ്രീസറിൽ പൂഴ്ത്തിവെക്കാനാ, അല്ലെങ്കിൽ ഇത് അടുപ്പിലിട്ട് പൂഴ്ത്തിവെക്കാനാ? ഈ റിപ്പോർട്ട് എന്തിനാണ് സർക്കാർ നിയമിച്ച റിപ്പോർട്ട്, അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടുകൾ, നിർദ്ദേശങ്ങൾ, ശുപാർശകൾ, അതിൽ പറയുന്നതിനനുസരിച്ച് റിപ്പോർട്ട് നടപ്പിലാക്കിയിട്ടില്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനത്തെ പ്രഹസനത്തിന് സർക്കാർ മുതിരുന്നത്? കോടികൾ ചെലവഴിച്ച് മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് സമർപ്പിച്ചപ്പോൾ അതിൽ പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ ഉണ്ട് എന്ന് വളരെ പരസ്യമായിട്ട് പറയുകയും അതിൽ എഴുതി വെക്കുകയൊക്കെ ചെയ്തു. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു തുടർ നടപടി ഉണ്ടായില്ല. കോറികൾ പ്രവർത്തിക്കുന്നുണ്ട്, ക്രഷറുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇങ്ങനെ പരിസ്ഥിതി വിരുദ്ധമായ ഒരുപാട് വിഷയങ്ങൾ ഈ ഭാഗത്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനോടൊക്കെ സർക്കാരിന് ഒരു കണ്ണ് ചിമ്മുന്ന നയം, അതാണ് സർക്കാരിന് ഉള്ളത്. അതുകൊണ്ട് തന്നെ പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ ജനവാസത്തിന് ഒരിക്കലും യോജിച്ചതല്ല എന്ന് മാധവ് ഗാഡ്ഗിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത്തരം പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ എവിടെയൊക്കെ ഉണ്ടോ ആ പ്രദേശങ്ങൾ മുഴുവനും ലിസ്റ്റ് ചെയ്ത് അവിടെ നിന്ന് ജനങ്ങളെ പുനരധിവസിപ്പിക്കാൻ സർക്കാർ അടിയന്തരമായിട്ട് ഇടപെടണം. ഇത് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രേക്ഷകരൊക്കെ ആ വിഷയത്തിൽ ജാഗ്രത പാലിക്കുകയും നമ്മുടെ ഇടപെടലുകളിലൂടെ ഇത്തരം വിഷയങ്ങൾ പൊതുജനങ്ങൾ സമക്ഷം കൊണ്ടുവരികയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്.
അത് ഇവിടെ നടന്നത് എന്തെന്ന് ചോദിച്ചാൽ ഒരു 2 ആഴ്ച പെയ്യേണ്ട മഴ അത് 20 മണിക്കൂർ കൊണ്ട് പെയ്തു. അതിശക്തമായ മഴ, ഈ പ്രദേശത്തിന് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറത്തുള്ള മഴ. ആ മഴ പെയ്തതുകൊണ്ട് ഈ പ്രദേശത്തിന് താങ്ങാൻ കഴിഞ്ഞില്ല. അതേസമയം തന്നെ 2 ആഴ്ചയുള്ള മഴ അതിന് ശരിയായ രൂപത്തിൽ പെയ്യുകയാണെങ്കിൽ സംഭവിക്കില്ല. നമുക്കിപ്പോൾ ഒരു ലിറ്റർ വെള്ളം നമ്മൾ കുടിക്കും, സ്വാഭാവികമാണ്. അതേസമയം തന്നെ 1 ലിറ്റർ വെള്ളം ഒന്നിച്ച് നമ്മളെ വായിലേക്ക് ഒഴിച്ചാൽ എന്തുണ്ടാവും? നമ്മൾ തുമ്മും, നമ്മൾ കക്കും. എന്നതുപോലെ 2 ആഴ്ചക്ക് ഭൂമിക്ക് കുടിക്കേണ്ട വെള്ളം 20 മണിക്കൂർ കൊണ്ട് കിട്ടിയപ്പോൾ അത് ഉൾക്കൊള്ളാൻ ഈ പരിസ്ഥിതി ലോല പ്രദേശത്തിന്, ഇവിടുത്തെ മണ്ണിന്, ഇവിടുത്തെ പ്രകൃതിക്ക് അത് കഴിഞ്ഞില്ല. ആ വെള്ളം അത്രയും അളവിൽ ഉൾക്കൊള്ളാൻ കഴിയാത്തത് കൊണ്ട് ഇവിടെയുള്ള ഭൂമി ഛർദ്ദിച്ചതാണ്. അത് ഒരു പ്രതിഭാസമാണ്. അതാണ് ഇവിടെ ശരിക്കും സംഭവിച്ചത്. ഇത് ഓർമ്മപ്പെടുത്തലാണ്. കവളപ്പാറ ദുരന്തമുണ്ടായി, പുത്തുമല അതിൻ്റെ അടുത്ത സ്ഥലമാണല്ലോ പുത്തുമല, അവിടെയും ദുരന്തമുണ്ടായി. അന്നൊക്കെ ഇതുപോലെ ഒരുപാട് സന്നദ്ധ സംഘടനകളും പ്രവർത്തനങ്ങളും അവരൊക്കെ നടത്തി എന്നല്ലാതെ അതിനെ തുടർന്ന് ഭാവിയിൽ ഒരു ദുരന്തം വരാതിരിക്കാനുള്ള ഒരു തയ്യാറെടുപ്പുകളും ഒരു മുൻകരുതലുകളും ഇവിടെ ഉത്തരവാദപ്പെട്ട ആളുകളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനിയും അങ്ങനെയുള്ള ഒരു അവധാനത ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവാൻ പാടില്ല എന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. നോക്കൂ, ഇവിടെയൊക്കെ ഒരുപാട് വീടുകളുള്ള സ്ഥലമാണ്. എനിക്ക് തോന്നുന്നു ആ നൗഫൽ എന്ന സഹോദരൻ്റെ വീട് ഉള്ള സ്ഥലത്താണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇവിടെ ഒന്നും ബാക്കിയില്ല. ഒരു കുക്കറിൻ്റെ ഒരു മൂടി കിടക്കുന്നുണ്ട്. എത്രയോ ആളുകൾക്ക് ഭക്ഷണം പാകം ചെയ്തിരുന്ന പാത്രമായിരിക്കും അത്. അതുപോലെ വലിയ മരങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞു, കല്ലുകളെപ്പോലെ തന്നെയാണ് മരങ്ങളും ഇവിടെ ധാരാളമുണ്ട്. ഒരു മിക്സിൻ്റെ ജാറ് ഇവിടെ കിടക്കുന്നു. അതേപോലെ എത്രയോ ആളുകൾ കിടന്നുറങ്ങിയ ബെഡ്, അതേപോലെ വിരി ടർക്കി. ഒരു ശക്തിയിൽ, ഈ പ്രളയത്തിൻ്റെ ശക്തിയിൽ ഇതൊന്നും വലിച്ചിട്ട് കിട്ടുന്നില്ല. എന്തോ ഒരു പാത്രത്തിൻ്റെ മൂടിയാണ്, ചെമ്പിൻ്റെ മൂടിയാണെന്ന് തോന്നുന്നു. അതങ്ങോട്ട് വരിഞ്ഞ് വളരെ ടൈറ്റായി കിടക്കുകയാണ് ഇവിടെ. നോക്കൂ, വീടിൻ്റെ ഓരോ ടെറസുകളാണ്, അതിൻ്റെ കമ്പികൾ, അതേപോലെ അതിൻ്റെ കോൺക്രീറ്റ് പാളികൾ, അതെല്ലാം ഇവിടെ ഇങ്ങനെ കൂട്ടിക്കിടക്കുകയാണ്. ഇവിടെയൊക്കെ ഒരുപാട് വീടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇവിടെ വീടിൻ്റെ ഭാഗത്താണ് ആളുകളൊക്കെ തിരയാൻ വന്നത്. ഇവിടെയൊക്കെ നമ്മളെ അലമാരകളാണ്, സ്റ്റീൽ അലമാരകളാണ്. ഇതൊക്കെ ആകെ തവിട് പൊടിയായി കിടക്കുകയാണ്. അതേപോലെ ഇവിടെ നോക്കൂ നിങ്ങൾ, പൂർണ്ണമായി വസ്ത്രങ്ങൾ, സാരികൾ, അതേപോലെ ഷർട്ടുകൾ, ഫാനുകൾ, ഇങ്ങനെ ഒരു വീട്ടിൽ എന്തൊക്കെ ഉണ്ടാവുമോ അതൊക്കെയുണ്ട്. ഒന്നും അതുപോലെ ഇല്ല. ഇതൊക്കെ ഒരു ബെഡിൻ്റെ ഒരു കട്ടിലിൻ്റെ കഷ്ണമാണ്. ബാക്കി എവിടെ ചോദിച്ചാൽ അതിനൊന്നും മറുപടി ഇല്ല. നോക്കൂ, ഇവിടെയൊക്കെ കരിങ്കല്ലുകൾ കിടക്കുകയാണ്. വീടിൻ്റെ ഓരോരോ ഭാഗങ്ങളായിരിക്കും, തറയോ അല്ലെങ്കിൽ കല്ലുകളോ ഒക്കെ ആയിരിക്കും. പക്ഷെ നമ്മൾ കല്ലുകളൊന്നും കാണില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കല്ലുകളൊക്കെ തുരുമ്പി കിടക്കുകയാണ്. നോക്കൂ, ഒരു ചോറ്റും പാത്രം, കൂട്ടാൻ പാത്രം, ഏതോ കുട്ടികൾ സ്കൂളിലേക്ക് പോകുമ്പോൾ വളരെ സന്തോഷത്തോടെ ഉമ്മയും ഉപ്പയും ആക്കി കൊടുത്തിരുന്ന സ്നാക്സ് പാത്രം, ചെരുപ്പുകളും, അതേപോലെ തന്നെ സൗന്ദര്യവർദ്ധക വസ്തുക്കളാണ് ഉപയോഗിച്ചിരുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ബാഗുകൾ, ബ്ലാങ്കറ്റുകൾ, ഇങ്ങനെ എത്രയോ സംഗതികൾ അടുക്കളയിൽ ഉപയോഗിച്ചിരുന്നത്. ഏതോ കുഞ്ഞു പൈതലിൻ്റെ സൈക്കിളിൻ്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ കാണുന്നത്. സൈക്കിളിനൊക്കെ ഉടമ ഇപ്പോൾ ഉണ്ടോ എന്ന് നമുക്കറിയില്ല. അതേപോലെ സൈക്കിളിൻ്റെ ടയറ്, അതൊക്കെ ആകെ ടയർ അല്ലാത്ത കോലത്തിലായിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, അവിടെയുള്ള മരം, അതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളിവിടെ മുറിഞ്ഞ് നാമാവശേഷമായി പോയിട്ടുണ്ട്. ആ കാണുന്നത് പാടികളാണ്, വീടുകളാണ്. അതിലൊക്കെ ആളുകളുണ്ടായിരുന്നു. അതിലൊക്കെ ആളുകളാണ് 2, 3, 5, 11, 16 ഒക്കെ ഉള്ള ആളുകൾ. ഞാൻ മഞ്ചേരിയിൽ കഴിഞ്ഞ ആഴ്ച ജുമയ്ക്ക് പോയപ്പോൾ ഒരാളെ കണ്ടു. സുബ്ഹാനല്ലാഹ്, 42 ആളുകൾ കുടുംബത്തിൽ മരിച്ചു പോയ ഒരു ഹതഭാഗ്യനും.
42 ആൾക്കാർ മരിച്ചു പോയിട്ടുണ്ട്. അങ്ങനത്തെ വല്ലാത്ത ഒരു ദുർവിധിയുള്ളൊരു മനുഷ്യനെ കണ്ടു. പഠിച്ചോനെ, അദ്ദേഹത്തിനൊക്കെ ജീവിതത്തിൻ്റെ ഏത് കാലത്താണ് ആ ദുരന്തമൊക്കെ അവസാനിപ്പിക്കുക, അല്ലെങ്കിൽ അതൊക്കെ ആശ്വസിക്കാൻ കഴിയുക? നോക്കൂ, വലിയ ഗർത്തം, പേടിയാവുകയാണ്, ഭയാനകമാകുന്നുണ്ട്. ഇവിടുന്ന് മണ്ണ് ഇടിഞ്ഞിട്ടുണ്ട്. ശേഷം ഇടിഞ്ഞാൽ തോന്നുന്നു ഞങ്ങൾ ഇവിടുന്ന് പെട്ടെന്ന് മാറുകയാണ്. അപ്പോൾ പിന്നെ അങ്ങനെ വലിയ ഗർത്തങ്ങളും കുണ്ടുകളും കിടങ്ങുകളൊക്കെ ആയിട്ട് മാറിപ്പോയിട്ടുണ്ട്. ഒരു പക്ഷേ ഏത് സമയത്തും ഞങ്ങൾ ഈ നിൽക്കുന്ന പ്രദേശം അത് അങ്ങോട്ട് ഇടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. കാരണം ഇടിഞ്ഞു പോയ അടയാളങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആഴം ഒന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തിയതാണ്. വലിയ ആഴം. ഇതൊക്കെ ഏതോ വീടിൻ്റെ തൂണുകളാണ്, കോൺക്രീറ്റ് തൂണുകൾ. ഏത് വീടിൻ്റെ അന്ന് ആ വീട്ടുകാർക്ക് തന്നെ കണ്ടാൽ അറിയില്ല. ആ കോലത്തിൽ എല്ലാം അങ്ങ് മാറി മറിഞ്ഞിട്ടുണ്ട്. നോക്കൂ, ഇങ്ങനെ അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ ആയിട്ട് മൊത്തം ഇവിടെ നിന്ന് ഇങ്ങോട്ട് പൊട്ടിപ്പൊളിഞ്ഞു പോയിട്ടുണ്ട്. ഒരു വലിയൊരു ഭൂകമ്പം, ഭൂചലനം, ഉരുൾപൊട്ടൽ എന്ന് പറയുമ്പോൾ സാധാരണ മണ്ണും വെള്ളം വരിക നമ്മൾ പറയാം. പക്ഷെ അതിലപ്പുറത്ത് കൂടുതലായിട്ടും ഇതിൽ ഭൂചലനം പോലത്തെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അത് ശാസ്ത്രീയ പഠനങ്ങൾ കൂടുതലായി വിഷയത്തിൽ നടക്കേണ്ടതുണ്ട്. ഏതൊന്ന് ബയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടേതോ ഏതോ ഒരു റിപ്പോർട്ട് പ്രകാരം അതിതീവ്ര മഴയാണ് ഉരുൾപൊട്ടൽ കാരണമെന്നുണ്ട്. അതൊരാത്തതിന് ശരി തന്നെയാണ്. നേരത്തെ പറഞ്ഞതുപോലെ പ്രകൃതിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതിനപ്പുറം വെള്ളം കുറഞ്ഞ സമയം കൊണ്ട് എത്തിയപ്പോൾ പ്രകൃതി അതിൻ്റേതായ ചില പ്രതിഭാസം കാണിച്ചു. നമ്മളൊക്കെ കൂടുതൽ നമ്മുടെ ശരീരത്തിൽ പറ്റാത്ത വരുമ്പോൾ നമ്മൾ ഛർദ്ദിക്കുന്നത് പോലെ ഭൂമിക്ക് അങ്ങനെ ഒരു ഛർദ്ദി ഉണ്ടായതാണ് എന്ന് പറയാം. പക്ഷേ ഇതൊക്കെ മനസ്സിലാക്കാൻ, ഉൾക്കൊള്ളാനുള്ള കഴിവ് നമ്മൾ ബന്ധപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്കും മറ്റെല്ലാവർക്കും ഉണ്ടാവണമല്ലോ. പക്ഷെ അത് ശരിക്കും ഉണ്ടായില്ല എന്നുള്ളത് ഇനി പറയാനുള്ളത്. ഇനി ഒരുപാട് ദുരന്തങ്ങൾ വന്നു. ഇനിയൊരു ദുരന്തം ഉണ്ടാവരുത്. അള്ളാഹുവിൻ്റെ വിധി നമുക്ക് തടുക്കാൻ കഴിയില്ല. എങ്കിലും നമ്മൾ അൽ ഹദറു അഹൂക്കൽ അക്ബർ, ജാഗ്രതയാണ് ഏറ്റവും നല്ല കൂട്ടുകാരൻ എന്ന് പറഞ്ഞതുപോലെ സൂക്ഷ്മത അല്ലെങ്കിൽ ശ്രദ്ധ ഇതൊക്കെ ഈ വിഷയത്തിൽ നമുക്കുണ്ടാവണം. എന്നാൽ ഒരു പരിധി വരെയൊക്കെ നമ്മളെക്കൊണ്ടുള്ള പ്രശ്നമാണ് എന്ന് പറയാൻ നമുക്കതിന് ഒഴിഞ്ഞു മാറാൻ പറ്റും. അല്ലാതിരുന്നാൽ ഇതൊക്കെ വലിയ അപകടങ്ങളിലേക്ക്, പാവങ്ങളാണ് മരിച്ചു പോയത്. ഇവർക്കെന്ന് പറഞ്ഞാൽ ഇന്ന് കിട്ടിയാൽ ഇന്നത്തെ ജീവിതം തീർന്നു. അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങളും ഒരുപാട് സന്തോഷങ്ങളും ഒക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ, ഗൾഫിലുള്ള വീട്ടുകാരൊക്കെ അവിടെ ഉണ്ട്. ആ രൂപത്തിൽ നല്ല സ്വപ്നങ്ങളും മറ്റൊക്കെ കണ്ട് ശരിക്ക് ജീവിച്ചിരുന്ന പാവങ്ങളായ ആൾക്കാർ, അവർക്കാണ് ഈ വിധി വന്നിട്ടുള്ളത്. നമുക്കൊരു മുണ്ടക്കൈയുടെ പങ്കുള്ളത് ഒരു ബൈക്ക് കാണുന്നുണ്ട് ഇവിടെ, അതിൻ്റെ ഉടമ കാണുന്നില്ല. അതേപോലെ ഒരുപാട് പാത്രങ്ങൾ ഇവിടെ ഉണ്ട്, വീട്ടുപകരണങ്ങളുണ്ട്. ഒരു ചെറിയ ചെരുപ്പ്, ഈ ചെരുപ്പ് കാണുമ്പോൾ അല്ലാതെ സങ്കടം വരികയാണ്. ഏതോ കുഞ്ഞു പൈതലിൻ്റെ കാലിൽ ഒരുപാട് കാലം സന്തോഷത്തോടെ ആ കുരുന്നു പൈതൽ ഇട്ട ഒരു ഷൂ. ആ കുഞ്ഞു പൈതൽ ഒരു പക്ഷേ മൃതദേഹം പോലും കിട്ടിയിട്ടുണ്ടാവില്ല. ആ രൂപത്തിൽ നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയി. അങ്ങനെ ഒരുപാട് മനുഷ്യന്മാർ എന്ത് തെറ്റിൻ്റെ പേരിലാണ് അള്ളാഹുവിൻ്റെ ഓരോരോ ഖളാകൾ. നോക്കൂ, അവിടെയുള്ള പാത്രങ്ങൾ, ഇങ്ങനെ ധാരാളം. ഇതൊക്കെ നമുക്ക് ഒരുപാട് പാഠങ്ങൾ പകർന്ന് തരുന്നുണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് വെള്ളാബട മുണ്ടക്കൈ LP സ്കൂളിലാണ്. മുണ്ടക്കൈ LP സ്കൂളിൽ അതിൻ്റെ അടുത്തേക്ക് നമ്മളിപ്പോൾ എത്തും. ഇതിങ്ങനെ ഏകദേശം ആഴം കുറഞ്ഞിങ്ങനെ വരികയാണ്. മുകളിൽ നിന്ന് പോയി ഇവിടെ അടിയിലേക്ക് സ്ലോപ്പാണ്. അവിടെ കാണുന്നുണ്ടല്ലോ, അവിടെ ചെറിയ വീട്, അതാണ് ചൂരൽമല, മുകളിൽ മുണ്ടക്കൈ. അപ്പോൾ അവിടെ നിന്നൊക്കെ ഇങ്ങനെ മുണ്ടക്കൈ ഉരുൾപൊട്ടി ഒരു വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട്. ഞങ്ങൾ ഇതൊരു ബൈക്കാണ്. ഇതൊരു ബൈക്ക് ഒരു മയ്യത്ത് പോലെ കിടക്കുകയാണ്. ഒരു ബൈക്ക്, നല്ല ഹീറോ ഹോണ്ടൻ്റെ ബൈക്കാണ്. ഏതോ ആൾ ഉപയോഗിച്ചിരുന്നൊരു ബൈക്ക് മണ്ണിൽ പുതഞ്ഞ് കിടക്കുകയാണ്. ഒരു വാച്ചുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് മനുഷ്യന്മാരെ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞല്ലോ. ഒരു പക്ഷേ ഇതേപോലെ പുതഞ്ഞ് കിടക്കുന്നുണ്ടാവും നമ്മളിതിൻ്റെ ഉള്ളിൽ. പക്ഷേ എങ്ങനെ നമ്മൾ കണ്ടെത്താൻ കഴിയും? അത് ഒരിക്കലും നമ്മളെ കൊണ്ട് കഴിയില്ലല്ലോ. അതിനുള്ള ശ്രമങ്ങൾ പല ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട്.
പക്ഷേ എത്രമാത്രം വിജയിക്കുമെന്നുള്ളത് നമ്മൾ മനുഷ്യരാണ്, നിസ്സഹായരാണ്. ഈ ദുരന്തം നമ്മൾ പഠിപ്പിക്കുന്നത് നമ്മളൊന്നുമല്ല, ഒരു കിബറും അഹങ്കാരവും പൊങ്ങച്ചവും ഒന്നും മനുഷ്യനക്ക് നല്ലതല്ല എന്ന വലിയ പാഠം. ഖുലിഖൽ ഇൻസാനു ദഈഫ, മനുഷ്യർ ബലഹീനനാണ്, ദുർബലനാണ് എന്നുള്ള വലിയ സന്ദേശം അത് അള്ളാഹു പഠിപ്പിച്ചതിന് പലപ്പോഴും നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. എന്നാൽ അതൊക്കെ ഓർമ്മ വരും ഇത്തരം ദുരന്തങ്ങൾ നമ്മൾ കാണുമ്പോൾ, അല്ലെങ്കിൽ അത് അറിയുമ്പോൾ. അത് നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായി, ആരോടും പകയില്ലാതെ അസൂയും വെറുപ്പൊന്നുമില്ലാതെ നല്ലൊരു മുസ്ലിമായി, നല്ലൊരു മുഅ്മിനായി, നല്ലൊരു മനുഷ്യനായി നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും നല്ല. അവൻ വിജയിച്ചു പോയി. അല്ലാതെ നമ്മൾ ജീവിച്ചു കഴിഞ്ഞതുകൊണ്ട് ജീവിച്ചുകൊണ്ട് ഒരു കാര്യമില്ല. നമ്മളിപ്പോൾ കാണുന്നത് LP സ്കൂളാണ്. ഒരുപാട് കുരുന്നു മക്കൾ ഈ സ്കൂളിൽ ചിത്രശലഭങ്ങളായി പാറിപ്പറന്ന് നടന്നിരുന്ന സ്കൂൾ മുറ്റം, ഇതിപ്പോൾ കണ്ട സ്കൂൾ മുറ്റം എന്ന് ആരെങ്കിലും പറയുമോ? ഒരിക്കലും പറയില്ല. ആ രൂപത്തിലായി മാറി. ഇത് സ്കൂളാണോ ഒരു വീടാണോ എന്നുപോലും പറയാൻ കഴിയാത്ത അവസ്ഥയിൽ ഇന്ന് ഈ പ്രദേശം മുഴുവനും മാറിപ്പോയ ദാരുണമായ ഒരു രംഗം ഇവിടെ നമ്മൾ കാണുകയാണ്. നമ്മുടെ ദർസിലെ വിദ്യാർത്ഥികൾ വളരെ സാഹസപ്പെട്ടുകൊണ്ടാണ് ഈ യാത്ര പ്ലാൻ ചെയ്തത്. അവരെ അഭിനന്ദിക്കുകയാണ്. അവരങ്ങ് മനസ്സിലാക്കി വിഷയത്തിൻ്റെ ഗൗരവമൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കാനുള്ള ഒരു തയ്യാറെടുപ്പോടു കൂടെയാണ് അവർ പിന്നെ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. നോക്കൂ നിങ്ങൾ, ഒഴിഞ്ഞ ഒരു മരുഭൂമിയായിട്ട് ഇവിടെ മാറിയിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ മുമ്പിൽ ഒരുപാട് വീടുകൾ, സ്ഥാപനങ്ങൾ, അങ്ങാടികൾ, ഓഫീസുകൾ, അതുപോലെ അങ്ങനെ സ്പോർട്സ് സ്ഥലങ്ങൾ, കളിസ്ഥലങ്ങൾ, മൈതാനങ്ങൾ, ഗ്രൗണ്ട് ഒന്നും അവശേഷിച്ചിട്ടില്ല. ഇവിടെ എന്താണെന്നറിയാം, ഇങ്ങനെ ജനങ്ങൾ ഇവിടെ താമസിച്ചൊരു പ്രദേശമാണ് എന്ന് പോലും ആ ഒരു അടയാളം പോലും ബാക്കിയേക്കാത്ത കോലത്തിലാണ് ഈ പ്രദേശം മാറിയിട്ടുള്ളത് എന്ന് നമ്മളൊക്കെ പ്രത്യേകമായിട്ട് അറിയുകയാണ്. ഈ ഭാഗത്ത് കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ ഈ ദുരന്ത സ്ഥലം അവിടെ നിൽക്കുന്നത് അത്ര നല്ല കാര്യമൊന്നുമല്ല. ദുരന്ത ഭൂമിയാണ്, ഏത് സമയത്ത് എന്തും സംഭവിക്കാം. നമ്മൾ അധികൃതർ പെട്ടെന്ന് പോരണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതടിസ്ഥാനത്തിൽ നമ്മൾ യാത്ര തിരിക്കുകയാണ്. മുണ്ടക്കയിൽ നിന്ന് നമ്മൾ താഴോട്ട് ഇറങ്ങി ഇൻഷാ അല്ലാഹ് പിന്നെ മറ്റു ഇവിടെയൊക്കെ NDRFൻ്റെ പ്രവർത്തകരും അതിൻ്റെ ആളുകളൊക്കെ ഇവിടെ ഉണ്ട്. ദുരന്ത നിവാരണ സേന ഇവിടുന്ന് പോയിട്ടില്ല. കാരണം ഏത് സമയത്തും പലതും സംഭവിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട് അതിന് കേന്ദ്ര കേരള സർക്കാരുകൾ അവരെ പിൻവലിച്ചിട്ടില്ല. അവരുണ്ട്, പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്, മെഡിക്കൽ ഗ്രൂപ്പ് ആളുകളുണ്ട്, ഡോക്ടേഴ്സുണ്ട്, സന്നദ്ധ സംഘടനകളുണ്ട്. രക്ഷാപ്രവർത്തനവും തെരച്ചിലും അത് നിർത്തിയിട്ടുണ്ട്. പിന്നെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഓരോ കുടുംബക്കാരൊക്കെ വന്നിട്ട് അവരുടെ വീട്ടിലും ബന്ധുക്കളുടെ വീട്ടിലൊക്കെ എന്തെങ്കിലും ബാക്കിയുണ്ടോ എന്ന് തേടിപ്പിടിക്കാൻ വേണ്ടി വന്ന് സാധനങ്ങൾ അന്വേഷിച്ച് തിരയുന്ന കാഴ്ച വളരെ അപൂർവമായിട്ട് ഇവിടെ വെച്ച് കാണുന്നു. അല്ലാത്ത തിരക്കുകളോ മറ്റൊന്നും ഇവിടെ ഇല്ല. ഇങ്ങനെയുള്ള ഒരു വലിയ ദുരന്തം നടന്നൊരു ഭൂമി കാണുന്ന ഈ ഭൂമി, ഈ സ്ഥലം ശരിക്ക് നോക്കൂ നിങ്ങൾ. ഞാൻ നിൽക്കുന്ന ഇവിടെ ഇതിലൂടെയാണ് ഒരു നബിദിന റാലി കഴിഞ്ഞു പോയത്. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും എൻ്റെ വീഡിയോ. ആ മുണ്ടക്കൈ നിവാസികൾ കഴിഞ്ഞ വർഷം നബിദിന റാലി പങ്കെടുത്ത ആ ജാഥ പോയ സ്ഥലമാണ് ഈ കാണുന്ന പ്രദേശം. മുണ്ടക്കൈയിൽ നിന്നിങ്ങനെ ചൂരൽമലയിലേക്കുള്ള വഴിയാണ് ഈ കാണുന്ന വഴി. ഇവിടെ നേരെ അങ്ങോട്ട് നോക്കിയാൽ ദുരന്ത ഭൂമി നമുക്ക് കാണാൻ കഴിയും. അതുപോലെ ഖബർസ്ഥാൻ
ഈ ഖബർസ്ഥാൻ ഇവിടെ വെച്ചുകൊണ്ടാണ് മുണ്ടക്കൈ കുറച്ചുകൊണ്ട് പോകണം. അതെ അല്ല ഈ അതാ വഴി ഇതിലുണ്ട്. അല്ല ഞങ്ങളെ കൂടി ഇങ്ങനെ അടി കൂടിയൊക്കെ അല്ല അതിൽ കൂടി അത് തിരൂർ അവിടെ അപ്പോൾ ഇതാണ് മുണ്ടക്കൈ പള്ളി. കണ്ടില്ലേ, കഴിഞ്ഞ വീഡിയോ ഉള്ളത് ഇവിടെ നിന്നാണ്. ഇവിടുന്ന് ഈ ഭാഗത്തു നിന്ന് ജാഥ വന്നിട്ട് ഈ മഹല്ല് ഖബർസ്ഥാനും ഇവിടെ നിന്നാണ് ആ ദ്വാരുന്നത്. ദ്വാര ചെയ്തത് ഇവിടെ നിന്നാണ്. ഇവിടുന്ന് ഈ ഭാഗത്ത് ഞാൻ നിൽക്കുന്ന ഈ ഭാഗത്ത് പിന്നെ ഒരുപാട് ആളുകൾ, ഞാൻ നിൽക്കുന്ന ഈ ഭാഗം ഇവിടെ കുറേ ആളുകൾ, സ്ത്രീകളും കുട്ടികളൊക്കെ ഒരുമിച്ച് കൂടി നിൽക്കുന്നൊരു വീഡിയോ ഉണ്ട്. അതേപോലെ ഈ ഭാഗത്ത് ഒരു വണ്ടി, അനൗൺസ്മെൻറ്റ് വണ്ടി നിർത്തിയിട്ട് ഒരു ഉസ്താദ് ഇങ്ങനെ പ്രസംഗിക്കുന്നുണ്ട്. നമ്മൾക്കൊക്കെ മരിച്ചു കിടക്കേണ്ട സ്ഥലമാണ് എന്നൊക്കെ പറഞ്ഞ് മരണത്തെക്കുറിച്ചും മറ്റൊക്കെ ഓർമ്മപ്പെടുത്തി പിന്നെ ആ വിശ്വാസികളെ ബോധവൽക്കരിക്കുന്ന ഉസ്താദിൻ്റെ വീഡിയോ നമുക്ക് കാണാൻ കഴിയും. അത് ഉള്ളത് ഈ സ്ഥലത്താണ്. അത് ഈ സ്ഥലത്ത് വെച്ചുകൊണ്ടാണ് നിന്നത്. ഈ പ്രദേശത്താണ് ഇപ്പോൾ നമ്മളുള്ളത്. അന്ന് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നിവേദനത്തിന് പങ്കെടുത്ത എത്രയോ സ്ത്രീകളും കുട്ടികൾ, ദഫ് കളിച്ചിരുന്ന കുട്ടികൾ, ഞങ്ങളിപ്പോൾ അങ്ങനെ പോയപ്പോൾ കണ്ടു. ദഫിൻ്റെ കുട്ടികളുടെ തൊപ്പികൾ കൂട്ടമായി ചിതറിക്കിടക്കുന്നത് കണ്ടു. ആ തൊപ്പി ധരിക്കാനൊന്നും ആ കുട്ടികളില്ല. അവരൊക്കെ പലരും മരിച്ചുപോയി. ഇതാണ് അവരുടെ ആ ഖബർസ്ഥാനും. അല്ലാഹു സുബ്ഹാനഹു തആല ഈ ഖബർസ്ഥാൻ അന്ത്യവിശ്രമം കൊള്ളുന്ന എല്ലാ മുഅ്മിനീങ്ങൾക്കും അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ, മർഹമത്ത് കൊടുക്കട്ടെ. അല്ലാഹു അവരെ നമ്മയൊക്കെ അല്ലാഹു സ്വർഗ്ഗത്തിൻ്റെ അഹരികാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതാണ് ആ ഖബർസ്ഥാൻ. അത് നമ്മൾ വീഡിയോയിലൊക്കെ ശരിക്ക് കണ്ടതാണ് ഇത്. അതിനെക്കുറിച്ച് നമ്മളൊരു വീഡിയോ നമ്മുടെ ചാനലിൽ ഉണ്ടായിരുന്നു. എന്തൊക്കെയോ അപശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഈ ഖബർസ്ഥാനാണ് ഈ ഭാഗം. നേരെ ഇങ്ങനെ പോയാൽ ആ ദുരന്ത ഭൂമി കാണാൻ പറ്റും. വെള്ളം കുറച്ചേ ഒഴുകണുള്ളൂ. നിറയെ പാറക്കല്ലുകളാണ്. ഒരുപാട് വീടുകൾ ഇടിച്ച് തമർത്തിയ പാറക്കൂട്ടങ്ങളാണ് ഇവിടെ കാണുന്നത്. നേരത്തെ നമ്മളതിൻ്റെ തുടക്കത്തിൽ കുറേ കാണിക്കയുണ്ടായി. ഈ ഭാഗം ഇങ്ങനെ ഫ്രീ ആയി കിടക്കുകയാണ്. അന്ന് ദുആയിലെ കാമ്യം പറഞ്ഞ ആളുകൾക്ക് ഈ ഖബർസ്ഥാനിൽ അന്ത്യവിശ്രമം കൊള്ളാനുള്ള കഴിഞ്ഞില്ലല്ലോ. അള്ളാഹു എങ്ങനെയാണ് ഓരോ മനുഷ്യന്മാർക്കും കണക്കാക്കിയിട്ടുള്ളത് എന്നുള്ളത് ഒരിക്കലും നമ്മളെ കൊണ്ട് പറയാൻ പറ്റില്ല. അപ്പോൾ തീർച്ചയായും നമ്മൾ അവരൊക്കെ ഓർക്കണം. മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടി നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ദുആകൾ, പ്രാർത്ഥനകൾ ചെയ്യണം. അതുപോലെ ജീവൻ ബാക്കിയായി വിവിധ വീടുകളിലും ദുരിതാശ്വാസ ക്യാമ്പുകളിലൊക്കെ കഴിയുന്ന ആളുകളുണ്ട്. അവർക്കൊക്കെ വ്യക്തികളും സംഘടനകളും സ്ഥാപനങ്ങളും വ്യവസായ സംരംഭങ്ങളൊക്കെ ഒരുപാട് സേവന പ്രവർത്തനങ്ങളും സഹായ ഹസ്തങ്ങളും അവരിലേക്ക് നീട്ടുന്നുണ്ട്. നല്ല കാര്യമാണ്. അവർക്ക് എത്രയും പെട്ടെന്ന് ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ കഴിയട്ടെ എന്ന് അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. പിന്നെ ഇത്തരം ദുരന്ത വാർത്തകൾ ഞാൻ നേരത്തെ എപ്പോഴും പറഞ്ഞതാണ്, അതൊരു വലിയ വിഷയമായിട്ട് ചിത്രീകരിക്കാനല്ല. എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗൗരവം, അതിൻ്റെ ഭീകരതയും എത്രയുണ്ട് എന്ന് നേരിട്ടറിയാൻ വേണ്ടി ആണ് യാത്ര നടത്തിയിട്ടുള്ളത്. അതാണ് പ്രേക്ഷകരോട് നമ്മൾ പങ്കുവെക്കുന്നത്. നമ്മൾ മനസ്സിലാക്കിയ ഒരു വസ്തുത, ഒരു യാഥാർത്ഥ്യം, അത് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കണമല്ലോ. ഇവിടെ നിന്നൊക്കെ ഒരുപാട്, ഈ സ്ഥലത്തൊക്കെ ഒരുപാട് വീടുകളുണ്ട്. താഴ്ഭാഗത്ത് വീടുകളുണ്ട്. ഇവിടെ മണ്ണ് ഒലിച്ചു പോയതാണ്. അപ്പോൾ അങ്ങോട്ട് ഇറങ്ങാൻ കഴിയില്ല, കാല് പൂണ്ടു പോവുകയാണ്. അവിടെയൊക്കെ ദൂരത്ത് നോക്കുമ്പോൾ കുറേ ഡ്രസ്സുകളും അതേപോലെ മറ്റൊക്കെ ഇങ്ങനെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഉപയോഗിച്ച ഡ്രസ്സുകളാണ്. അത് ഉപയോഗിക്കാനുള്ള ആളുകളൊന്നും ഇവിടെ ഇല്ല. നല്ല മനോഹരമായൊരു പ്രദേശമായിരുന്നു ഈ പ്രദേശം. ഇന്ന് അതിൻ്റെ മുഴുവൻ മനോഹാരിതയും നഷ്ടപ്പെട്ട് ഒരു വിങ്ങുന്ന ഓർമ്മയായി, ഒരു എപ്പോഴും പിന്നെ ഒരു നീറ്റൽ ഉളവാക്കുന്ന സ്മരണയായി ഈ മുണ്ടക്കൽ പ്രദേശവും ചൂരൽമലയും പുഞ്ചിരിമട്ടുമൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു ഭാഗത്ത് നോക്കുമ്പോൾ കാണാൻ നല്ല സുന്ദരമായ തോട്ടം, കൃഷി ഇവിടെ കാണാൻ കഴിയും.
നല്ല രസമുള്ള പ്രദേശമാണ്. ആളുകൾ ശുദ്ധവായു ശ്വസിച്ച് നല്ല മനസ്സമാധാനത്തോടുകൂടെ ഒരു നിശബ്ദ ഏരിയ, അതിൽ ജീവിക്കാൻ നല്ല സുഖമാണ്. അങ്ങനെ പരസ്പരം സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും വളരെ അംഗീകാരത്തോടു കൂടെയൊക്കെ ജീവിച്ചിരുന്ന ആളുകളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഒറ്റ നിമിഷം കൊണ്ട് അവർ പലരും മരണപ്പെട്ടു. പലരുടെയും മൃതദേഹം തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. ഇൻഷാ അള്ളാഹ് ഞങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത ഒരുപാട് മൃതദേഹങ്ങൾ മറവ് ചെയ്ത സ്ഥലമുണ്ട് ചൂരൽമലയിൽ. ഇൻഷാ അള്ളാഹ് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നുണ്ട്. അവിടെ കബറിടങ്ങൾ സിയാറത്ത് ചെയ്യുന്നുണ്ട്. അതുപോലെ മരിച്ചുപോയ മറ്റുള്ള ആളുകൾ മേപ്പാടി മാലിൽ ഖബർസ്ഥാനിലൊക്കെ വിശ്രമിക്കുന്ന ആളുകളുണ്ട്. അതുപോലെ ഇവിടെ ഉള്ളവരുണ്ട്. എല്ലാവർക്കും ഇൻഷാ അള്ളാഹ് പ്രത്യേകം ദുആ ചെയ്യും. മുണ്ടക്കൈ എന്ന പ്രദേശത്ത് ഇപ്പോൾ ഒറ്റ നാട്ടുകാരും പാർക്കണില്ല. കുറഞ്ഞ വീട്ടുകൾ മാത്രം മുകളിലുണ്ട്. എല്ലാ ആളുകളും അവരൊക്കെ പോയി, അവരൊക്കെ സ്വസ്ഥമായി ഉള്ള സ്ഥിരം കണ്ടെത്തിപ്പോയി. ഇന്നിവിടെ ശൂന്യമാണ്, ജനങ്ങളില്ല, ആരുടെ മുഖത്തും സന്തോഷമില്ല. മ്ലാനത തളം കെട്ടി നിൽക്കുന്ന മുഖത്തോടുകൂടെ അവരിങ്ങനെ ജീവിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു എന്നല്ലാതെ മരവിച്ച മനസ്സുമായിട്ടാണ് ഓരോ അംഗങ്ങളും ദുരിതാശ്വാസ ക്യാമ്പിൽ പോയപ്പോൾ സ്ത്രീകളും കുട്ടികളും അതേപോലെ സഹോദരങ്ങളും പ്രായമുള്ളവരൊക്കെ ഒരു വല്ലാത്ത ഒരു മരവിപ്പിൽ നിൽക്കുന്നതായിട്ട് ചിരിക്കാനുണ്ട്. നമ്മൾ കാണുമ്പോൾ ചിരിക്കണമെന്നവർ ഉദ്ദേശിക്കുന്നുണ്ട്, പക്ഷേ ചിരിക്കാൻ അവർക്ക് കഴിയുന്നില്ല. നമുക്ക് ആ കാര്യം മനസ്സിലാക്കിയിട്ട് അവരോട് നമ്മൾ ചിരിക്കാനും നിൽക്കാറില്ല. കാരണം ഒരു പ്രയാസപ്പെടുത്തണ്ടല്ലോ. നമ്മളെ വാക്കുകളും നമ്മളെ നോട്ടങ്ങളും നമ്മളെ ശ്രദ്ധകളും ഒന്നുകൊണ്ടും നമുക്ക് അലോസരപ്പെടുത്താൻ പാടില്ല. നമുക്കൊരു കാര്യം അവർക്ക് വലിയ ഉപകാര ആശ്വാസമൊന്നും നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിലും നമ്മൾ കൊണ്ട് ഒരു അനിഷ്ടകരമായ സംഭവം, ഒരു ബുദ്ധിമുട്ടും നമ്മളെക്കൊണ്ട് അവർക്കുണ്ടാകാൻ പാടില്ല എന്നുള്ള ആ ഒരു വിശ്വാസം കൊണ്ട് തന്നെ തീർച്ചയായും നമ്മൾ അത്തരം കാര്യങ്ങൾ നിന്നിട്ടില്ല. ഇവിടെ ഇപ്പോൾ നല്ല വെയിലായിരുന്നു. ഇപ്പോൾ മഴ മേഘങ്ങൾ മൂടിക്കെട്ടുന്നുണ്ട്, നമ്മൾ കാണാൻ കഴിയും. പിന്നെ നല്ല മഴ വരുന്നുണ്ട് തോന്നുന്നുണ്ട്. പിന്നെ മഴ ആകുമ്പോഴേക്ക് താഴത്തെത്തണം. ഞങ്ങൾ 2:30 മണിയായി, ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടില്ല. ഒരു ഹോട്ടൽ പോലും ഇവിടെ ഇല്ല. തുറക്കാത്തൊരു കാരണം ഇവിടെ മനുഷ്യന്മാരില്ല. ഇവിടേക്കുള്ള ബസ് സർവീസുകളൊക്കെ നിലച്ചുപോയി. ആരും വണ്ടിയിൽ ഇവിടുന്ന് അങ്ങോട്ട് പോകാനില്ല. അവിടുന്ന് ഇങ്ങോട്ട് വരാൻ കുറച്ച് യാത്രക്കാർ കാണാൻ വേണ്ടി വരുന്നവർ മാത്രമേ ഉള്ളൂ. ശക്തമായ പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ട്. എല്ലാവർക്കും ഇങ്ങോട്ട് വരാൻ കഴിയില്ല. ഞങ്ങൾ പാസ് എടുത്തുകൊണ്ട് ഇങ്ങോട്ട് റവന്യൂ വകുപ്പിൻ്റെ പെർമിഷൻ നേടിയിട്ടാണ് ഇങ്ങോട്ട് എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാവർക്കും എത്താൻ കഴിയില്ല. എല്ലാവരും ഇങ്ങനെ എത്തിയിട്ട് അതൊരു ദുരന്ത ഭൂമി, ഒരാഘോഷ സ്ഥലമായി മാറ്റേണ്ടതില്ല. ഇവിടെ ഒന്നിങ്ങനെ സെൽഫി എടുക്കുക, വീഡിയോസ് എടുക്കുക, അത് നല്ല കാര്യമല്ല. നമ്മളിത് ചെയ്യുന്നത് അത് വീഡിയോസ് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി മാത്രമാണ്. അതിന് പരമാവധി നമ്മളത് മാത്രം ലക്ഷ്യമാക്കിയിട്ട് അല്ലാതെ മറ്റുള്ള രംഗങ്ങളും മറ്റൊന്നും ഇതിൽ നമ്മൾ വിടുന്നില്ല. ഇൻഷാ അള്ളാഹ് നിങ്ങളിപ്പോൾ ഓൺലൈനിൽ വീഡിയോ ഇപ്പോൾ കാണുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങളിതിൻ്റെ തുടക്കം മുതൽ നിർബന്ധമായിട്ട് കാണണം. അതിൽ പറയുന്ന കാര്യങ്ങൾ കേൾക്കണം. ശരിക്ക് അവിടെ മുണ്ടക്കൈയിൽ നടന്നത് എന്താണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള ശരിക്ക് വിശദീകരണം ഈ വീഡിയോയുടെ തുടക്ക ഭാഗത്തിൽ ചേർത്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ എന്ത് ചെയ്യണം, ആ വീഡിയോയുടെ സ്റ്റാർട്ടിങ് പോയിൻ്റ് മുതൽ നിങ്ങൾ കാണണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ ഇപ്പോൾ കാണുന്നത് ഹാരിസൺസ് ടീ എസ്റ്റേറ്റാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ ചായത്തോട്ടത്തിൻ്റെ ഫാക്ടറിയാണ്. ഇതിൽ ഒരുപാട് ആൾക്കാർ ജോലി ചെയ്തിരുന്നു. ഇതിൻ്റെ ഭാഗത്തൊക്കെ പാടികൾ, നമ്മുടെ നാട്ടിലൊക്കെ ക്വാർട്ടേഴ്സ് പോലെ നിരനിരയായി പാടികളുണ്ടാകും. ഒരു അറകളായിട്ട് 4-5 വീടുകളായിട്ട് ഒരു പാടി. അപ്പോൾ അതിൽ കുറേ ഫാമിലി, ഒരാളുകളുണ്ടാവും. ഒരു റൂമിൽ തന്നെ 4-5 ആൾക്കാരുണ്ടാവും. അപ്പോൾ ഒരു പാടിയിൽ 10-20-30 ആൾക്കാരുണ്ടാവും. അങ്ങനെ എസ്റ്റേറ്റ് തൊഴിലാളികളെല്ലാവരും കൂടി ഒരു പാടിയിലാണ് താമസിക്കലും. അങ്ങനെ കുറേ പാടികൾ ഇവിടെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഈ ഉരുൾപൊട്ടലിൽ പാടികൾ ഒന്നടങ്കം പോയിട്ടുണ്ട്. അതിലൊരുപാട് ആളുകളെ മിസ്സാവുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഇത്തരം സ്ഥലങ്ങളിൽ
ബംഗാളികൾ അതിഥി തൊഴിലാളികൾ ജോലിക്ക് വന്നിട്ടുണ്ട്. അവരെ കണക്കൊന്നും സർക്കാരിൻ്റെ കയ്യിലോ ഇവിടുത്തെ ആളുകളുടെ കയ്യിലോ ഒന്നുമില്ല. അപ്പോൾ അത് എന്താണ് എത്രയാണ് എന്ന് കണക്കൊന്നുമില്ല. അതുകൊണ്ട് തന്നെ 500ഓളം ആളുകൾ മരണപ്പെടുകയോ മിസ്സാവുകയോ ഒക്കെ ചെയ്തു എന്ന് സർക്കാർ പറയുമ്പോഴും അത് ഒരു ശരിയായ കണക്കല്ല. അതിനേക്കാളൊക്കെ എത്രയോ ആളുകൾ ഈ ദുരന്ത ഭൂമിയിൽ മൺമറഞ്ഞിട്ടുണ്ട്, കാണാതായിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതിവിടെയുള്ള ആളുകളെല്ലാം അത് പറയുന്നുണ്ട്. അതൊക്കെ അവർ പറഞ്ഞു തരുന്നുണ്ട്. കാരണം തൊഴിലാളികൾ അതേപോലെ റിസോർട്ടുകളിലും മറ്റുമൊക്കെയായി ഇവിടെ വരുന്ന ആളുകൾ അവർ താമസിച്ച 1-2 ദിവസത്തിനേക്കൊക്കെ റൂം എടുത്തുകൊണ്ട് താമസിച്ച ആളുകളുണ്ട്. അവർ പിന്നെ വന്നിട്ട് 1-2 ദിവസത്തിന് വരികയാണ്. അതിൻ്റെ ആ റിസോർട്ടുകളുടെ രജിസ്റ്റർ ബുക്കടക്കം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. റിസപ്ഷനിൽ നിന്ന ആളുകളൊന്നും പലരും ഇല്ല, അവരൊക്കെ മരിച്ചുപോയി. അതുകൊണ്ട് അത്ര റിസോർട്ടുകളിൽ ആ ദുരന്ത സമയത്ത് എത്ര പേരുണ്ടായിരുന്നു എന്നതിനെക്കുറിച്ചുള്ള കണക്കൊന്നും ആരുടെ കയ്യിലുമില്ല. അപ്പോൾ അത് തന്നെ പിന്നെ ബംഗാളികളും വിദേശത്തുള്ള അതിഥി തൊഴിലാളികളൊക്കെ ആകുമ്പോൾ പിന്നെ മാസങ്ങൾക്കൊക്കെ ശേഷമാണ് വിവരങ്ങൾ കിട്ടുക. കാരണം അവരുടെ കുടുംബത്തിൽ നിന്ന് ഇങ്ങനെ ആളെ കാണാനില്ല എന്നുള്ള വിവരമൊക്കെ വരുമ്പോൾ പലപ്പോഴും അതിഥി തൊഴിലാളികൾ നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ അവരെ വീട്ടിൽ നമ്മൾ ഇവിടെ താമസിക്കണമെന്ന് പോലും അറിയില്ല. അപ്പോൾ നമ്മൾ ഗൾഫിൽ എന്ന് പറയുമ്പോൾ ദുബൈയിൽ അബുദാബിയിലാണ് ജോലി എന്ന് പറയുമ്പോൾ ദുബൈയിൽ എവിടെ, അബുദാബിയിൽ എവിടെയെന്ന് നമ്മളാരും ചോദിക്കാറില്ലല്ലോ. എന്നതുപോലെ കേരളത്തിലാണ്, വയനാട്ടിലാണ് എന്ന് പറയുമ്പോൾ എവിടെയാണെന്ന് അധികം ആളുകൾക്ക് അറിയില്ല. പിന്നെ ഇപ്പോൾ ദുരന്തം പോലെയുള്ള സംഗതികൾ ചാനലുകളിലും വാർത്താ ന്യൂസുകളിലൊന്നും ഇപ്പോൾ അവർ ഉത്തരേന്ത്യൻ ഭാഗത്തുള്ള ആളുകൾ കാണൂലല്ലോ. അപ്പോൾ മുന്നിൽ കാണുന്നത് NDRFൻ്റെ സംഘമാണ്, ദുരന്ത നിവാരണ സേന. അവിടുന്ന് പോയിട്ടില്ല. അവരുടെ സേവനം ഇവിടെ തുറന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കാരണം എന്തും ഏത് സമയത്തും വരുമെന്നുള്ള ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ ആശങ്കയിലാണ്. അത് ഫയർ ആൻഡ് ഫോഴ്സ് ആണ്, ഫയർ ആൻഡ് റെസ്ക്യൂ ടീമാണ് ഇവരുള്ളത്. അവരുണ്ട്, NDRF ഉണ്ട്, SDRF ഉണ്ട്, പോലീസുണ്ട്. അവരൊക്കെ അവരുടെ പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അവരാരും തന്നെ അതിൽ നിന്ന് പിൻവാങ്ങിയിട്ടില്ല. അതേപോലെ നേരത്തെ പറഞ്ഞ പോലെ മെഡിക്കൽ റിലീഫ് സംഘങ്ങൾ, ഭക്ഷണം കൊടുക്കുന്ന ടീംസുകൾ, അതേപോലെ തന്നെ പായകൾ, കിടക്കകൾ, വിരിപ്പുകൾ ഇതെല്ലാം കൊടുക്കുന്ന ആളുകളെല്ലാം ഇവിടെയുണ്ട്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പാടി. ഇതിൽ കുറേ ആളുകൾ താമസിക്കും. ഇതിനപ്പുറത്താണ് ദുരന്തം കണ്ട സ്ഥലം. ഇതിനപ്പുറത്തുള്ള പാടികളൊക്കെ പോയി. ഈ പാടികൾ എന്ന് പറഞ്ഞാൽ ജനങ്ങൾ പാർക്കുന്ന സ്ഥലമാണ്. ഇവിടെ പാരില്ല. ഇവിടെയൊക്കെ സർക്കാർ എന്ത് ചെയ്തു, എല്ലാവരും ഇവിടുന്ന് മാറ്റി പാർപ്പിച്ചു. ആരും ഇവിടെ ഇല്ല. ഇതാണ് പാടികൾ. ഇവിടെയൊക്കെ ഒരുപാട് ആളുകൾ, റൂമിൽ തന്നെ കുറേ ആളുകൾ. ഇവിടെയൊക്കെ ചെരുപ്പ് കാണുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെയും ചെരുപ്പുകൾ കാണുന്നു. ഒക്കെ ലോക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രാവിൻ്റെ കൂടുകൾ, അതേപോലെ ഷെഡുകളൊക്കെ ആക്കിയിട്ട് തരംതിരിച്ച് നിൽക്കുകയാണ്. ഇവിടെയൊക്കെ ഉണ്ട്. എന്തോ ആട്ടും കൂടോ ഒക്കെയാണ് ഉള്ളത്. പൂന്തോട്ടമൊക്കെ ഉള്ള സ്ഥലത്ത് വെച്ചിട്ട് സൗന്ദര്യം. ഇവിടെ നിന്നാണ് ഉരുൾപൊട്ടൽ നടന്നിട്ടുള്ളത്, കണ്ടോ. അപ്പോൾ ഇതിൻ്റെ അപ്പുറത്തുള്ള പാടികൾ ആ ഉരുൾപൊട്ടലിൽ പോയിട്ടുണ്ട്. ആ കാണുന്നതാണ് വെള്ളാർമല സ്കൂളിൻ്റെ ഒരു കെട്ടിടം ഫുള്ളായിട്ട് പോയിട്ടുണ്ട്, തകർന്ന് പോയിട്ടുണ്ട്. മറ്റ് ആ കാണുന്ന ബിൽഡിങ്ങിൻ്റെ അടിയിലും ഫുള്ള് ചെളി നിറഞ്ഞിരിക്കുകയാണ്. വലിയ വലിയ പാറക്കല്ലുകൾ നമ്മൾ നേരത്തെ കണ്ടു. അതാണ് ചൂരൽമല പ്രദേശമുള്ളത്. അപ്പോൾ ഇവിടെയും കുറേ ആളുകൾ, എല്ലാവരെയും ഈ 2 പ്രദേശത്തുള്ള മുഴുവൻ ആളുകളെയും സർക്കാർ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. ചില ആളുകളൊക്കെ വന്നു പോകുന്നുണ്ട്, അവരെ വീടും പരിസരമൊക്കെ. ദുരിതാശ്വാസ ക്യാമ്പിൽ എന്ന ആളുകളൊക്കെ പലരും അവരെ വീട് കാണാൻ പോകണില്ല. എന്തുകൊണ്ട് കാണാൻ കരുത്തില്ല എന്നാണ് പറയുന്നത്. ചിലരൊക്കെ കാണാൻ വേണ്ടി പോയി ബോധം കെട്ട് മോഹല്യാസപ്പെട്ട് വീണ് എന്ന സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം തന്നെ പിന്നെ ആ കാണുന്നതാണ് ഉരുൾപൊട്ടിയ സ്ഥലം. നിങ്ങൾ നേരത്തെ കണ്ടതാണ്. ദൂരത്ത് നോക്കിയാൽ കാണാൻ പറ്റും മുകളിൽ നിന്ന് ഉരുൾപൊട്ടിയ ഭാഗം. അവിടെ തുടങ്ങിയിട്ട്
അവിടുന്ന് മാത്രമല്ല, മൊത്തത്തിൽ ഭൂമി കിടകിട വിറച്ചിട്ട് മുഴുവൻ പാറക്കല്ലുകളെയും വെള്ളത്തിൻ്റെ സപ്പോർട്ടോടു കൂടി ഇങ്ങോട്ട് അടിയിലേക്ക് ഉരുട്ടിമറിച്ച വളരെയധികം ദാരുണമായ ഭീകരമായ ഒരു രാത്രിയാണ് ജൂലൈ 30 നടന്നിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. ഇവിടെ നേരിട്ട് വന്ന് വിഷയം കാണുമ്പോഴാണ് എത്രമാത്രം ഇതിൻ്റെ തീവ്രത ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുള്ളൂ. ഇതിൻ്റെ തീവ്രത എത്ര എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാകുന്നത് അങ്ങനെയാണ്. ശരിക്കും കാരണം വലിയ പാറക്കല്ലുകളും കൂറ്റൻ മരങ്ങളും അതുപോലെ തന്നെ ടണ്ണ് കണക്കിന് മണ്ണുകളും ഒരേ സമയം കുത്തിയൊലിച്ചങ്ങ് പോയി. മുന്നിൽ കാണുന്ന മുഴുവത്തിനെയും, മുന്നിൽ കാണുന്ന വീടാവട്ടെ എന്താവട്ടെ, അതിനെല്ലാം ഭസ്മമാക്കിക്കൊണ്ട്, അതിനെല്ലാം ഇടിച്ചു നിരത്തിക്കൊണ്ട് പോവുകയാണ് ഈ വലിയ ഉരുളുകൾ. ഉരുൾപൊട്ടൽ കേരളത്തിൽ സാധാരണ ആകുന്നൊരു പ്രതിഭാസമായി മാറിയിട്ടുണ്ട്. പക്ഷേ ഇത് ഏറ്റവും വലിയൊരു ദുരന്തമായിപ്പോയി. ഇന്ത്യ കണ്ട, ലോകം ശ്രദ്ധിച്ച ഒരു വലിയ ദുരന്തമായി വയനാടിലെ ദുരന്തം മാറിയിട്ടുണ്ട്. ഇനിയൊരു ദുരന്തം ഒരിക്കലും ആവർത്തിക്കാൻ പാടില്ല, ഉണ്ടാവാൻ പാടില്ല. ഇതുകൊണ്ട് മനോഹരമായ നമ്മുടെ ഈ ഭൂപ്രകൃതി സംരക്ഷിക്കണം. അത് അതിൻ്റേതായ രൂപത്തിൽ ഈ ഭൂമിയെ മൊത്തത്തിൽ വ്യവസായ മേഖല, അതേപോലെ ജനവാസ മേഖല, വനമേഖല, കാർഷിക മേഖല ഇങ്ങനെയൊക്കെ ആക്കി തരംതിരിക്കണം. ഇത് വനമേഖലയിൽ കൊണ്ടുപോയിക്കാണ്ട് ജനങ്ങൾ പാർക്കുക, കാർഷിക ഭൂമിയിൽ കൊണ്ടുപോയിക്കാണ്ട് മണ്ണിട്ട് നിരത്തിയിട്ട് വീടുണ്ടാക്കുക, സർക്കാരൊക്കെ അതിന് പെർമിറ്റും കൊടുക്കുക. ഇതൊക്കെ എന്ത് വികസനമാണ്, എന്ത് പരിസ്ഥിതി സൗഹൃദ വികസനം ഇതൊക്കെ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് നമ്മൾ ഗൾഫ് നാടുകളിലൊക്കെ ഉള്ളതുപോലെ ഷാബിയ ഏരിയ, ഇൻഡസ്ട്രിയൽ ഏരിയ, അതേപോലെ തന്നെ ജനങ്ങൾ പാർക്കുന്ന ഏരിയ, അതേപോലെ വാഹനങ്ങൾ മെക്കാനിക്കൽ നടത്തുന്ന ഏരിയ, ഇങ്ങനെ ഓരോ ഏരിയകളായി തിരിക്കുക. ജനങ്ങൾ താമസിക്കുന്ന ഏരിയകൾ അവിടെ പ്രത്യേകമായ സുരക്ഷാ സംവിധാനങ്ങളും അതേപോലെ തന്നെ മാനദണ്ഡങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് അങ്ങനെ ഒരു ഏരിയ ആക്കി തിരിച്ചാണെങ്കിൽ അപ്പോൾ നോക്കൂ, ഇതിപ്പോൾ നമ്മളെ ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിലേക്കുള്ള ഒരു സൂചനാ ബോർഡാണ് ഇവിടെ കാണുന്നത്. ഫുട്ബോൾ ഗ്രൗണ്ട്, ഒരുപാട് ചെറുപ്പക്കാരുടെ സന്ധ്യാസമയങ്ങളെ, സായാഹ്നങ്ങളെ മനോഹരമാക്കിയ ഒരു സ്ഥലം. ഹാരിസൺസ് മലയാളി ലിമിറ്റഡ്, സെൻറ്റിനൽ റോക്ക് എസ്റ്റേറ്റ് ഫുട്ബോൾ ഗ്രൗണ്ട്. ഇന്ന് ഈ ഫുട്ബോൾ ഗ്രൗണ്ട് നോക്കൂ നിങ്ങൾ, ഇതാണ് ഫുട്ബോൾ ഗ്രൗണ്ട്. ആകെ സംഹാര താണ്ഡവമാടി കണ്ണിൽ കണ്ടതിനൊക്കെ എടുത്ത് എറിഞ്ഞ് ചുഴറ്റി എറിഞ്ഞ് കടിച്ച് കീറി മുന്നോട്ട് പോയ ഉരുളുകൾ, ആ ഉരുളുകൾ ഈ ഗ്രൗണ്ടിനെയും എടുത്തു എന്നുള്ളത് നാം മനസ്സിലാക്കണം. അങ്ങനെ ഒരു മനുഷ്യ ജീവൻ്റെ അവശേഷിപ്പും ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് പോലും പിന്നെ മറക്കുന്ന രൂപത്തിലുള്ള ഒരു അവസ്ഥയാണ് ഇവിടെ കാണുന്നത്. അതേപോലെ ചുറ്റുഭാഗം നല്ല മഴ വരുന്നുണ്ട്. നമ്മുടെ ലൈവ് തൽക്കാലം ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ ഇതുവരെ കണ്ട ആളുകളൊക്കെ നേരത്തെ ഇതിൻ്റെ ആദ്യ ഭാഗങ്ങളും കൂടെ ഫുൾ കണ്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ട് നമ്മൾ ദുരന്ത ഭൂമിയിൽ പോയ ഒരു ഫീല് കിട്ടും. അതുകൊണ്ട് തന്നെ ആ നിലക്ക് വീഡിയോസിനൊക്കെ നിങ്ങൾ കാണുക. അതേപോലെ തന്നെ ദുരന്തങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങളെ സുഹൃത്തുക്കളിലേക്ക് മറ്റൊക്കെ ഈ വീഡിയോസ് അയച്ചു കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്കും കാണാനും അറിയാനും കഴിയും എത്രമാത്രം ഭീകരമായിരുന്നു ആ ജൂലൈ 30 രാത്രി എന്നുള്ളത് ഓരോരുത്തർക്ക് മനസ്സിലാക്കാനൊക്കെ കഴിയുന്ന രൂപത്തിലാണ് നമ്മളെ വീഡിയോ ഉള്ളത്. ഇത് പാടികളാണ്, നേരത്തെ പറഞ്ഞ പോലെ പാടിയിലൊന്നും പാളുകളില്ല, മൊത്തം ഉരുൾപൊട്ടലില്ലാത്ത സ്ഥലം. ഇതൊക്കെ ഉരുൾപൊട്ടലിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളാണ്. പക്ഷെ ഇവിടെ നിന്നൊക്കെ എന്ത് ചെയ്തു, ജനങ്ങളെ മാറ്റി പാർപ്പിച്ചു. ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ കാണുന്നുണ്ട്. പക്ഷേ
ഇവിടെ താമസിക്കാനുള്ള പെർമിഷൻ ഇല്ല. ഇനി ഇവരെ മൊത്തത്തിൽ മറ്റു സ്ഥലങ്ങളിലേക്ക് പറിച്ചു മാറ്റപ്പെടും എന്ന് പറയപ്പെടുന്നുണ്ട്. ടൗൺഷിപ്പ് അങ്ങനെ പല പദ്ധതികളും ഉത്തരവാദിത്തപ്പെട്ട വളരെ ഭാഗത്ത് നിന്നുണ്ട്. ഏതായിരുന്നാലും വയനാട് ജനത ആഗ്രഹിക്കുന്ന രൂപത്തിൽ ഒരു പരിസ്ഥിതി സൗഹൃദ ആവാസ കേന്ദ്രം അവർക്ക് പണിത് കൊടുക്കുക എന്നുള്ളത് നമ്മുടെ മേലിലൊക്കെ നിർബന്ധമുള്ള കാര്യമാണ്. അതിനുള്ള പ്രവർത്തനങ്ങൾ എല്ലാ ഭാഗത്തു നിന്നുണ്ടാവണമെന്ന് ആത്മാർത്ഥമായി ആവശ്യപ്പെടുകയാണ്.